ഇപ്പോൾ നടത്തുന്നത് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നിരവധി അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായതായിട്ട് അറിയാമോ? പ്രത്യേകിച്ചും ഈ സർക്കാരുമായി ബന്ധപ്പെട്ട കരുവന്നൂർ തൊട്ട് മുഖ്യമന്ത്രിയുടെ മകൻ്റെ ഒക്കെ ഇടപാടുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തി. എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായതായി അറിയാമോ? ആദ്യം എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്, അതിന്റെ പിന്നിൽ ആരെങ്കിലും ഇതുവരെ നടത്തിയിട്ടുണ്ടെങ്കിൽ BJPന്റെ ലീഡർ ഷോൺ ജോർജാണ്. അദ്ദേഹം എത്ര കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, അതിന് പിന്നിൽ അദ്ദേഹം നന്നായി വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ 100% പിന്തുണയും കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ED കോർട്ട് സിസ്റ്റം അത് നാഷണൽ ഹെറൽഡ് കേസാണോ, എക്സാലോജി കേസാണോ, 2G സ്കാം കേസാണോ, കോർട്ടിന്റെ സ്പീഡും കോർട്ടിന്റെ പ്രോസസ്സും അതിനെക്കുറിച്ച് എനിക്ക് ഒരു അഭിപ്രായം ഇല്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, അത് സ്പീഡിൽ പോകണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരും ആഗ്രഹം. ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറഞ്ഞൊരു ഒരു സ്റ്റേയിങ് ഉണ്ടല്ലോ, അത് ഞങ്ങൾ എല്ലാവരും എഗ്രി ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അത് എന്നോട് ചോദിച്ചാൽ എക്സാലോജിക്കിന്റെ പ്രോസിക്യൂഷൻ വേഗം നടക്കണം, അതുപോലെ തന്നെ നാഷണൽ ഹെറൽഡിന്റെ കേസ് സ്കാമും വേഗം നടക്കണം, 2G അപ്പീലും വേഗം നടക്കണം, ലാവ്ലിൻ കേസിന്റെ അപ്പീലും വേഗം നടക്കണം. ഇതെല്ലാം കറക്റ്റാണ്. പക്ഷെ ജഡ്ജിമാര് എന്ത് ചെയ്യുന്നു, ഏത് സ്പീഡിൽ ചെയ്യുന്നു, അത് എനിക്കറിയാലോ. എന്റെ ഒരു ഡെഫമേഷൻ കേസ് 24 കോൺഗ്രസ് എന്റെ എതിരെ പറഞ്ഞ ഒരു കേസ്, അതിന് വലിയ താല്പര്യമുണ്ട്, അവരെല്ലാം ജയിലയക്കണം, അത് 100% താല്പര്യമുണ്ട്. പക്ഷെ അത് 2 കൊല്ലമായി, അതിങ്ങനെ പതുക്കെ പോകുന്നു. അതാണ് നമ്മുടെ കോർട്ട് സിസ്റ്റം. അതും എനിക്കൊരു ദിവസം ഒരവസരം കിട്ടിയാൽ, സർക്കാർ അവസരം കിട്ടിയാൽ അത് നമുക്ക് മാറ്റണം, സ്പീഡാക്കണം. പക്ഷെ അതെടുത്ത് ഒരു സെലക്റ്റീവായിട്ട് നറേറ്റീവ് നമ്മുടെ രാഹുൽ ഗാന്ധി എന്ന വിദ്വാൻ മുമ്പോട്ട് വെക്കുമ്പോൾ, അത് ഞാൻ പറഞ്ഞില്ലേ, അവര് വലിയ വിദ്വാന്മാരാണ്, എന്തെങ്കിലും എടുത്ത് എന്തെങ്കിലും പറയാം. നമ്മുടെ കോർട്ട് സിസ്റ്റം എത്രയോ ഡിലേ ചെയ്യുന്ന ഒരു കോർട്ട് സിസ്റ്റമാണ്. ഇതാണ് സത്യം. അതിൽ സെലക്റ്റീവായിട്ട് ഒരു പാർട്ടിക്ക് ഈ പാർട്ടി BJP എന്ന അല്ലെങ്കിൽ NDA ഒരു മുന്നണി സ്പെഷ്യൽ ഡിസ്പെൻസേഷൻ കാണിക്കുന്നുണ്ടെന്നൊരു പ്രചരണം 100% തെറ്റാണ്, സില്ലിയാണ്, ബേസ്ലെസ് ആണ്, ഫൗണ്ടേഷൻ ഇല്ലാത്തതാണ്. അറിയാത്ത ആൾക്കാർ അത് പറയുന്നു, അല്ലെങ്കിൽ ഡെലിബറേറ്റ് ആയിട്ട് പ്രചരണം നടത്തുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്.